മറ്റൊരു വശം പല പാരൻസിനും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും കോളേജുകളെയും കോഴ്സുകളെയും കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. ഏതൊക്കെ വിഭാഗത്തിലാണ് കോളേജുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവയിൽ ഏതൊക്കെ ടൈപ്പ് സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിൻ്റെ ഒരു അക്കാഡമിക് ഔട്ട്കം, ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം സംശയങ്ങൾ മിക്ക പാരൻസും വിദ്യാർത്ഥികളും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് സഹായകരമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ 9 എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതേപോലെ തന്നെ 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അങ്ങനെ ഇത് 9 ഉം 3 ഉം 12 എഞ്ചിനീയറിംഗ് കോളേജ് ആ വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ വിഭാഗം കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ LBS, IHRD, KEIP, CPAS, CCK, അതുപോലെ KSRTC ഇങ്ങനെ തുടങ്ങി വിവിധ ഗവൺമെൻറ് സംവിധാനങ്ങളിലെ വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ കീഴിൽ അതിൻ്റെ മോണിറ്ററിങ്ങിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്.